ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നു, ഒരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ സിക്കിമൂർ മരത്തെ വേരോടെ പറിച്ച് കടലിൽ കൊണ്ടുപോയി നടാൻ പറ്റും. വിശ്വാസം കടുകുമണി പോലെ ഇരിക്കാനുള്ളതല്ല, അത് വളരണം, അത് മരമാകണം, അതിൽ ശാഖകളുണ്ടാവണം, ഒരുപാട് പക്ഷികൾക്ക് ചേക്കാറിന് ഇടം ഉണ്ടാവണം. എങ്ങനെയാണ് വിശ്വാസം വളർത്തേണ്ടത്? 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്നത്തെ ഗോസ്പലിൽ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്ന പോലെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കണം. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ പിശാചബാധനായ കുട്ടിയുടെ അപ്പൻ ഈശോയോട് പറയുന്നില്ലേ, ലോർഡ് ഐ ബിലീവ്, മേക്ക് മൈ അൺബിലീഫ്. വിശുദ്ധരുടെ ജീവചരിത്രം നോക്കിയേ, സംശയത്തിൻ്റെ വരണ്ട മരുഭൂമിയിലൂടെ യാത്ര ചെയ്തവരാണ് പലരും. രണ്ടാമത്തത്, വിശ്വാസമില്ലെങ്കിൽ പള്ളിയിൽ പോകണം. സാധാരണ ആൾക്കാരെന്താ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എനിക്കിതിലൊന്നും വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നില്ല. അങ്ങനെയല്ല, പള്ളിയിൽ പോകണം. കുർബാന പങ്കെടുക്കുമ്പോൾ, കൂദാശകൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വിശ്വാസത്തിൽ വളരും. ഈ ലോകത്ത് വിശ്വാസം പോസിബിളായിട്ടുള്ള ഒരേ ഒരു സ്ഥലം അത് പള്ളിയാണ്. അവിടെ പോകാതിരുന്ന പിന്നെ എങ്ങനെ വിശ്വാസം വളരുന്നേ? നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടല്ലല്ലോ വിശ്വസിക്കുന്നത്. വിശ്വസിക്കുക, അണ്ടർസ്റ്റാൻഡിങ് താനേ വരും. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്, ഐ ബിലീവ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ്. മൂന്നാമത്തത്, നമ്മളൊരു ട്രസ്റ്റഡ് കൂട്ടുകാരനായിട്ട് സംസാരിക്കണം. വിശ്വാസമുള്ള ഒരു കൂട്ടുകാരനായിട്ട് സംസാരിക്കണം. വിശ്വാസം ഇല്ലാത്തവരോട് സംസാരിച്ചാൽ നമുക്കുള്ളതുകൂടി പോകുമെന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഗൂഗിൾ ചെയ്യുമ്പോൾ വിശ്വാസം ഇല്ലാത്തവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഗൂഗിൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അലകൃത അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന വീഡിയോസ് മുഴുവൻ, നമ്മൾ കാണുന്ന സംസാരം മുഴുവൻ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? വിശ്വാസമുള്ളവരുടെ അടുത്ത് പോയി സംസാരിക്കണം. നമ്മളൊരു മുടിവെട്ട് കടയിൽ കയറിയിട്ട് ബിരിയാണി ഓർഡർ ചെയ്യില്ലല്ലോ. അതുകൊണ്ട് വിശ്വാസമുള്ള സുഹൃത്തുക്കളായിട്ട് കൂട്ടുകൂടണം. അപ്പം നമ്മുടെ വിശ്വാസം അതൊരു കടുകുമണി പോലെ ഇരിക്കാനുള്ളതല്ല, അതൊരു മരം പോലെ വലുതാവണം. പ്രാർത്ഥിക്കണം, പള്ളിയിൽ പോകണം, വിശ്വാസമുള്ള കൂട്ടുകാരുണ്ടാവണം.